പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കർത്താവപ്പച്ചൻ്റെ രക്തത്തിൻ്റെ കവറിങ്ങിനെ കുറിച്ചാണ്. യേശുപ്പച്ചൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെല്ലാം പോക്കി നമ്മളെ ശുദ്ധീകരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. എന്നാലും ഒന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് കൂടെയാണ്. യേശുപ്പച്ചൻ്റെ രക്തത്തിൻ്റെ വിലയെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. അത്രമാത്രം വിലയേറിയതും അത്ഭുതകരവുമായതാണ് കർത്താവിൻ്റെ രക്തത്തിൻ്റെ വില. അതുപോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു പിള്ളേരായിരുന്ന സമയത്ത് ഞങ്ങൾ പാർത്തിരുന്നത് ഭവനം തമിഴുകാരുടെ ഭവനമായിരുന്നു. അന്ന് ഒരു നാലാം നിലയിൽ ഞങ്ങൾ ചില മാസത്തിന് വേണ്ടി താമസിച്ചത്. ആ നാലാം നിലയുടെ മണ്ടയ്ക്ക് ഞങ്ങൾ അതികഠിനമായ ചൂട് സമയത്ത് അതിൻ്റെ ടെറസിൻ്റെ മണ്ടയ്ക്ക് ഞാനും ഹസ്ബൻഡും കുഞ്ഞുങ്ങളും കൂടെ ചൂട് കാരണം അവിടെ കിടക്കുമായിരുന്നു, ടെറസിൻ്റെ മണ്ടയ്ക്ക് വിരിച്ച്. അന്ന് ഞാൻ സ്നാനമൊന്നും പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ട എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊക്കെ വരുന്ന സമയങ്ങളാണ്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ അവിടെ രാത്രിയിൽ കിടന്നപ്പം എൻ്റെ ഭർത്താവ് വിശ്വാസിയല്ല, ഞാൻ മാത്രമേ ഉള്ളൂ കർത്താവിനെ അറിയുന്നത്. അപ്പോൾ ഞാനവിടെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചു, യേശുപ്പച്ച അങ്ങയുടെ രക്തത്താലും വചനത്താലും ആത്മാവിനാലും ഞങ്ങളെ മുദ്ര ചെയ്യുന്നു സ്ഥലത്തെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ കിടന്നത്. അപ്പോൾ ഞാൻ ഒരു മയക്കം ആയി വരുന്നേ ഉള്ളൂ. ആ സമയത്ത് പടുപടാന്നൊരു ശബ്ദം കേൾക്കുവാനിടയായി. ഞാനപ്പോൾ ആ മയക്കത്തിൽ നിന്ന് ഉണർന്ന് നോക്കിയപ്പം ഒരു വലിയൊരു ഗരുഡൻ, കറുത്ത ഒരു ഗരുഡന്, അത് ഞങ്ങൾ കിടന്ന ആ സ്ഥലത്തിൻ്റെ ടെറസിൻ്റെ ഒരു കോണിലേക്ക് വന്നിരുന്നു. അത് പറന്നിറങ്ങി വന്നിരുന്ന ആ ശബ്ദമാണ് ആ പടുപടാന്ന് കേട്ടത്. ഞാൻ അതിനെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എന്നിട്ട് പതുക്കെ എൻ്റെ ഹസ്ബൻഡിനെ ഇതിനെ വിളിക്കാനായിട്ട് ഇങ്ങനെ എൻ്റെ കോൺസെൻട്രേഷൻ അതിൽ നിന്ന് അങ്ങോട്ട് വ്യത്യസ്തമായപ്പോഴത്തേക്ക് അതിനു മുമ്പായിട്ട് തന്നെ അത് പറന്നുപോയി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ ചില ആൾക്കാരോട് ഇത് ഷെയർ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് അതിൻ്റെ ഈ വരുത്തുപോക്ക് ഹിന്ദു രീതിയിലുള്ള ഇത് ആണ്. വരുത്തുപോക്കിൻ്റെ അത് ഞങ്ങൾ കിടന്നതിൻ്റെ ആ മുകളിൽ കൂടിയാണ് അതിൻ്റെ വഴി. അതാ ഒരു അമ്പലത്തിൽ നിന്നും മറ്റൊരു അമ്പലത്തിലേക്കുള്ള, അവിടെ അമ്പലമുണ്ട് അതിൻ്റെ അപ്പുറത്ത്, അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ്. അവിടെ അങ്ങനെ വരുത്തുപോക്കുള്ളതാണെന്ന് ഇങ്ങനെ പറയുവാനിടയായി. അപ്പോൾ 99-ാമത്തെ സങ്കീർത്തനത്തിൽ കർത്താവപ്പച്ചന് പറയുന്നുണ്ട് 5, 6, 7 വാക്യം, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലത്തുവശത്ത് 10,000 പേരും എങ്കിലും നിന്നോട് അടുത്ത് വരികയില്ല എന്ന്. യേശുപ്പച്ചൻ്റെ വലിയൊരു സംരക്ഷണമാണ് ഞങ്ങൾക്കവിടെ ലഭിച്ചത്. കാരണം യേശുപ്പച്ചൻ്റെ തിരുരക്തം കൊണ്ട് മുദ്ര ചെയ്താണ് ഞങ്ങൾ അവിടെ കിടന്നത്. പക്ഷേ സ്തോത്രം. അപ്പോൾ ആ ദുഷ്ടശക്തിക്ക് ഞങ്ങൾ കിടന്ന അതിൻ്റെ മുകളിൽ കൂടാണ് അതിൻ്റെ റൂട്ട്. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ സംരക്ഷണം കൊണ്ടാണ് അതിനൊന്നും ചെയ്യാൻ കഴിയാതെ അത് റൂട്ട് മാറി കടന്നു പോകാൻ ഇടയായി. ദൈവമക്കളെ, ഇത് ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ കവറിങ് ആണ്. അങ്ങനെ ഞാൻ പല അനുഭവമുണ്ട്. യേശുപ്പച്ചൻ്റെ രക്തത്തിൻ്റെ വില ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞതാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ട് യേശുവിൻ്റെ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങി വിശുദ്ധിയോട് ജീവിക്കുന്ന മക്കൾക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം.